തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? രാജ കേശവദാസൻ. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് റാം മോഹൻ റോയ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? സൻ യാറ്റ് സെൻ. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി പ്രഭു. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വമെടുത്ത രാജ്യം സ്വീഡൻ. മൗൺസിൻ റാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കുവാനുള്ള കാരണം തന്നിട്ടുള്ളതിൽ ഏതാണ്? ഖാസി കുന്നുകളുടെ സാന്നിധ്യം. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയായവ. ഇന്ത്യയിലെ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷമുണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. വൈദ്യുത ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്ന ശരിയായ പട്ടിക ഏതെല്ലാം? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ടനിരക്ക്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജലപ്രവാഹം. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകമേത്? നൈട്രജൻ. ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? റിസി ജില്ലയിലെ ബാൽക്കൺ കൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എം വിശ്വേശ്വരയ്യ. പ്രതിശീർഷ വരുമാനം എന്നത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ആകെ ജനസംഖ്യ. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. താഴെ പറയുന്നവയിൽ ശരിയേത്? വാഗുൾ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്, ശിവരാമൻ കമ്മിറ്റി, നബാർഡിന്റെ രൂപീകരണം, കാർവേ കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായം. യോഗക്ഷേമം വഹാമൃതം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. LIC. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തത് ഏവ? തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടനയുടെ 18-ാം വകുപ്പ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. 13-ാം വകുപ്പ് കോടതിയുടെ പുനരവലോകനാധികാരം. 226-ാം വകുപ്പ് ഹൈക്കോടതിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നത് തെറ്റാണ്. ശരിയായവ. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരായി മാറും. കൂട്ടിച്ചേർത്താൽ. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമമുണ്ടാക്കാൻ അധികാരമുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി? 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം.
നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ചേരുംപടി ചേർക്കുക. ധനകാര്യ കമ്മീഷൻ വകുപ്പ് 280, ഇലക്ഷൻ കമ്മീഷൻ വകുപ്പ് 324, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വകുപ്പ് 148, അറ്റോർണി ജനറൽ വകുപ്പ് 76. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത്: അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. ശരിയായവ: കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്. സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ വരുന്നു. അവശിഷ്ട അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ: മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. പെടുന്നവ: കൂട്ടുത്തരവാദിത്വം. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങളാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്നു വിറ്റാൽ നടപടിയെടുക്കുന്നത്. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുക പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. അവശ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുക പ്രത്യേക കോടതി തൃശ്ശൂരിലാണ്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബ്കാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർ അപ്പീൽ പറ്റില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആര്? ഡോക്ടർ സിറിയക് തോമസ്. ഫാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. താഴെ പറയുന്നവയിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങൾ. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന: 1964 ഡിസംബർ 3 രൂപീകരിച്ചു എന്നതാണ്. ശരിയായവ: തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത്: വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 തരം ഭക്ഷണം നൽകുക എന്നതാണ്. ശരിയായവ: ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളിലും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഇംഗ്ലീഷ് ഭാഷ നൈപുണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം പാർക്കിൻസൺസ്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഓപ്ഷൻ ഡി ആണ്. GLUT4. ടൈഫോയിഡ് രോഗനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ക്രിസ്റ്റ്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവയിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലം. കിലോവാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റാണ്? ഊർജം. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യം സ്പാഡെക്സ് മിഷൻ. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. ശരിയായവ: സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. വളരെ കുറച്ചു കണങ്ങൾ 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. ആറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം അൺ ബൈനീലിയം. താഴെ തന്നിരിക്കുന്നവയിൽ അർദ്ധലോഹങ്ങൾ അഥവാ ഉപലോഹം അല്ലാത്തത് മഗ്നീഷ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായവ: പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. 2 പ്രസ്താവനകളും ശരിയാണ്. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ
ഹോൾബെർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ഗായത്രി സ്പിവാക്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദ്ദണ്ഡശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദ്ദണ്ഡശാസ്ത്രികളാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായ MS ധോണിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണമേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. താഴെ പറയുന്നവയിൽ ഒരു അഗ്നിശമനി പ്രവർത്തിക്കുന്നതിനുള്ള ശരിയായ രീതി. പാസ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? ഈഥൈൽ മെർകാപ്റ്റൻ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ലോഹങ്ങളിൽ ഉണ്ടാകുന്ന അഗ്നിബാധ ഏത് തരം അഗ്നിബാധയിൽ ഉൾപ്പെടുന്നു? ക്ലാസ് D ഫയർ. താഴെ പറയുന്നവയിൽ വായുസമ്പർക്കം ഒഴിവാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന മാർഗമേത്? ബ്ലാങ്കറ്റിംഗ് ആൻഡ് സ്മോത്തറിംഗ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധിയുള്ളത് എന്തിനാണ്? അസറ്റലീൻ. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൽ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന നിയമം ഏത്? ബോയിൽസ് നിയമം. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ ഉത്പതനം. താഴെ പറയുന്നവയിൽ അഗ്നിശമന മാധ്യമം അല്ലാത്തത്? FM 500. മാധ്യമങ്ങൾ കാർബൺ ഡയോക്സൈഡ്, ഹെപ്റ്റഫ്ലൂറോ പ്രൊപ്പെയ്ൻ, FM 200. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് എസ്മാർക്ക്. കുട്ടികളിൽ അസ്ഥി വളഞ്ഞ് ഒരു ഭാഗം മാത്രം ഒടിയുന്ന തരം അസ്ഥിഭംഗത്തെ വിളിക്കുന്ന പേര് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. CPRന്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. അമിത രക്തസ്രാവം മൂലം ജീവൻ അപകടത്തിലാകുമ്പോൾ പ്രയോഗിക്കുന്ന പ്രഥമ ശുശ്രൂഷ ഏത്? ടൂർണിക്കൈ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റ് വൈദ്യസഹായം നൽകേണ്ട സാഹചര്യത്തിൽ പരിക്കേറ്റ ആളുകളെ തരംതിരിക്കുന്ന പ്രക്രിയ ട്രയേജ്. AED ഏത് അവസ്ഥയിൽ ഉപയോഗിക്കുന്നു? ഹൃദയാഘാതം. പ്രഥമ ശുശ്രൂഷയിൽ ABC എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. സ്പ്ലിന്റ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസ്ഥിഭംഗം. ഇന്ത്യയിൽ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം 2000. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നുകയറുന്ന സൈബർ ക്രിമിനലിനെ വിളിക്കുന്ന പേര് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ. ശരിയായ പദമേത്? ആച്ഛാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം അശ്മകം. താമസം എന്നതിൻ്റെ നാനാർത്ഥങ്ങളാണ് പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോഗുണം. എതിർലിംഗം എഴുതുക. വിധവ, വിതുരൻ. അജ്ഞന്മാർക്ക് അനുഷ്ഠാന കർമ്മങ്ങളുണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കാട്ടുകോഴിക്കുണ്ടോ? മകരസംക്രാന്തി. കാപ്പ് കെട്ടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഒരുങ്ങുക. ഒറ്റപ്പദം എഴുതുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം. അർത്ഥപൂർണവും യുക്തിസഹവുമായ വാക്യം നിർമ്മിക്കുക. ദാരിദ്ര്യത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാരത ജനതയ്ക്ക് കൂട്ടായ അധ്വാനം കൊണ്ടേ കരകയറാൻ കഴിയുകയുള്ളൂ. ഓപ്ഷൻ A.